ദയവായി നമുക്കിരിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് വലതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം എൻ്റെ ജീവിതത്തിൽ മാംസം ധരിക്കുവാൻ കൃപ നൽകണമേ. ഈ പ്രാർത്ഥനയോടെ ഇരുകരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറയാം. യോഹന്നാൻ 1:14. യോഹന്നാൻ 1:14. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക നാളുകൾക്ക് ശേഷം വീണ്ടും നിങ്ങളെ കാണാൻ കൃപ ലഭിച്ചതിൽ ദൈവത്തിന് സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് സുഖമാണോ? സുഖമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു റെഡിമെയ്ഡ് ആൻസർ ഉണ്ട്. കുഴപ്പമില്ല. സുഖമാണോ അല്ലയോ എന്ന് നമുക്ക് ആ ഉത്തരത്തിൽ നിന്ന് മനസ്സിലാകുകയും, ചിലർ പറയും അങ്ങനെ അങ്ങ് പോകുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ സുഖമായി ജീവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണത്? ദൈവം ആത്മാവിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് നമുക്ക് ഇങ്ങനെയൊരു ചിന്തയുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. ദൈവം കപ്പിലണ്ടിത്തോട്ടം വാടകയ്ക്കെടുത്ത ഒരു മനുഷ്യനെ പോലെയാണ്. അയാൾ എന്താണ് ചെയ്യുന്നത്? രാവിലെ ബക്കറ്റുമായിട്ടിറങ്ങും. ഈ ബക്കറ്റിൽ അയാൾ ആ തോട്ടത്തിലുള്ള അണ്ടികൾ മാത്രം ഇരിഞ്ഞിടും, മാങ്ങ വലിച്ചെറിയും. ഇതേപോലെയാണ് ദൈവമെന്നാണ് നമ്മുടെ ഒരു ചിന്ത. ദൈവം ആത്മാവിൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, അതുകൊണ്ട് ദൈവത്തിന് ശരീരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നമ്മളെല്ലാ കാര്യത്തിലും ഐശ്വര്യമുള്ളവരായി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ്റെ ലേഖനം, അദ്ദേഹം 3 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ 3-ാമത്തെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വാത്സല്യഭാജനമേ, യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ ആത്മാവിൻ്റെ ക്ഷേമം, ആത്മാവ് രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. യാതൊരു സംശയവുമില്ല. എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും. എന്തുണ്ടാകട്ടെ? ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഐശ്വര്യമുണ്ടാകട്ടെ എന്നും, നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ രാത്രിയിൽ നമ്മുടെ ആത്മാവ് രക്ഷപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതേസമയം നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി, നമ്മുടെ ശരീരത്തിൻ്റെ രോഗങ്ങൾ സൗഖ്യപ്പെടുവാൻ വേണ്ടി, നമ്മുടെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠന മേഖല അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി, അവരുടെ വിവാഹ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി, നമ്മുടെ ബിസിനസ് അനുഗ്രഹിക്കുവാൻ വേണ്ടി, ഇങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ദൈവം അനുഗ്രഹിക്കുവാൻ
തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 കർത്താവിൻ്റെ മനോഭാവം അതാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. 8-ാം അധ്യായത്തിൽ എന്നെ വളരെ സ്പർശിച്ച ഒരു കാര്യമുണ്ട്. ഈശോ ഈ ജനക്കൂട്ടത്തോട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈശോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. അവർ 3 ദിവസങ്ങൾ എന്നോട് കൂടെ ആയിരുന്നു, അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ല, അതിനാൽ അവർ തളർന്നു പോകും. ഈ അവസ്ഥയിൽ അവർ വീട്ടിലേക്ക് പോയാൽ അവർ വഴിയിൽ തളർന്നു വീഴും എന്ന് ഈശോ അവരെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയാണ്. അവരോട് ഈശോയ്ക്ക് അനുകമ്പ തോന്നുന്നു എന്നാണ് മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമ്മളോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനോട് അനുകമ്പ തോന്നുന്ന, അവൻ്റെ ശരീരത്തിൻ്റെ കാര്യത്തിൽ പോലും ശ്രദ്ധിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോയുടെ കൈകളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും, നമ്മുടെ ആത്മാവിനെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എല്ലാ വിഷമതകളെയും സമർപ്പിക്കുകയും നമ്മളുടെ കുഞ്ഞുങ്ങൾ, കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം ഇരുകരങ്ങളും ഉയർത്തി ഒന്ന് കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. 2025. ഈ വർഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? 2025 പ്രത്യേകത എന്താണ്? ഇത് പ്രത്യാശയുടെ വർഷമായി പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദ ഇയർ ഓഫ് ഹോപ്പ്. പിതാവ് സ്വീകരിച്ചിരിക്കുന്ന വചനം ഇതാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളും നെഗറ്റീവാണ്, ഒരു സാധ്യതയുമില്ല. പക്ഷേ പ്രത്യാശയുള്ള ഒരു വ്യക്തിക്ക് വീണ്ടും വഴി തുറന്നു കൊടുക്കുവാൻ കൂടെയുള്ള ഒരു ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ വഴികളും അടഞ്ഞു പോയാലും പുതിയ ഒരു വഴി തുറന്നു തരുവാൻ സാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവാണ് പ്രത്യാശയിൽ ജീവിക്കുവാൻ ഒരു മനുഷ്യന് ആഗ്രഹം നൽകുന്നത്, പ്രചോദനം നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് വെളിപാടിൻ്റെ പുസ്തകത്തിൽ, ഇതാ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിൽ. നിനക്ക് വേണ്ടി എല്ലാ വാതിലുകളും നിന്റെ മുമ്പിൽ അടഞ്ഞിരിക്കാം, ഒന്നുമില്ല, ഇരുട്ടാണ്. പക്ഷേ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം നിന്റെ ജീവിതത്തിൽ ഒരു വാതിൽ തുറന്നു തരുവാൻ ആർക്ക് സാധിക്കും? സർവശക്തനായ കർത്താവിന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ആ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ഈ വർഷം മുഴുവനും സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. 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 ഗ്രീക്ക് മിത്തോളജിയിൽ പാൻഡോരാസ് ബോക്സ് എന്ന ഒരു പെട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. പാൻഡോര ഒരു പെൺകുട്ടിയുടെ പേരാണ്. ഒരാൾ ഇവളുടെ കയ്യിൽ ഈ പെട്ടി സൂക്ഷിക്കുവാനായിട്ട് കൊടുത്തു. എന്നിട്ട് ഒരു മുന്നറിയിപ്പ് കൊടുത്തു, ഒരു കാരണവശാലും ഈ പെട്ടി തുറന്നു നോക്കരുത്, ഒരു കാരണവശാലും തുറക്കരുത്, അപകടമാണ്. നിങ്ങൾക്കറിയാം ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ബലഹീനതയുള്ളത് സ്ത്രീകൾക്കാണ്. തുറന്നു നോക്കരുത് എന്ന് പറഞ്ഞാൽ നിശ്ചയമായും
തുറന്നു നോക്കുവാനുള്ള ആഗ്രഹം ശക്തമാണ്. പിന്തിരിഞ്ഞ് നോക്കരുത് എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞ് നോക്കുവാനുള്ള ആഗ്രഹം സ്ത്രീക്കാണ് കൂടുതലുള്ളത്. അതുകൊണ്ടാണല്ലോ ലോത്തിൻ്റെ ഭാര്യ ഉപ്പ് തൂണായത്. അപ്പോൾ ഇവളിങ്ങനെ കുറേ സമയം അവളുടെ ഈ ആശ എന്താണ് ഇതിൻ്റെ അകത്തുള്ളത് എന്ന് അത് അടക്കി വെച്ചു. പക്ഷേ അവസാനം അവളുടെ ആശ പൊട്ടി. അവൾ ഈ പെട്ടി അങ്ങ് തുറന്നു. ഈ പെട്ടി തുറന്നപ്പോൾ ഈ പെട്ടിയിൽ നിന്ന് അനേക ഉപദ്രവകാരികളായ ജീവികൾ പുറത്തേക്ക് വന്ന് ഇവളെ ആഞ്ഞ് കുത്തുവാനായിട്ട് ആരംഭിച്ചു. ഈ ജീവികളുടെ കുത്തേറ്റ് അവൾ വളരെ അവശയായി സങ്കടപ്പെട്ട് വേദനിച്ച് കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോൾ ഈ പെട്ടിയിൽ നിന്ന് ഒരു ചെറിയ ജീവി, മനോഹരമായ ചിറകുകളുള്ള ഒരു ജീവി പറന്ന് വന്ന് അവളുടെ ചെവികളുടെ അടുത്ത് വന്ന് വളരെ സുന്ദരമായ ഒരു ഗാനം ആലപിക്കുന്ന രീതിയിൽ അവളുടെ തലയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ്. അവൾക്ക് വലിയൊരു ആശ്വാസം ഈ ജീവിയുടെ സാന്നിധ്യത്തിലൂടെ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ ജീവിയുടെ പേരെന്താണ്? ആ ജീവിയുടെ പേരാണ് പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളിതുപോലെ ജീവിതത്തിൽ തളർന്നു കിടക്കുകയായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ അനുഭവങ്ങൾ ദൈവം നിശ്ചയമായി ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, സ്ഫുടതാരകങ്ങൾ കൂരിരുട്ടിലുണ്ട്, ഇടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ. ആകാശം മുഴുവൻ കൂരിരുട്ടാണെങ്കിലും അവിടെ ഇവിടെ നമുക്ക് മനോഹരമായ ചില നക്ഷത്രങ്ങൾ കാണുവാൻ സാധിക്കും. ഇതേപോലെ കൂരിരുട്ട് നിറഞ്ഞ നിൻ്റെ ജീവിതത്തിൽ നക്ഷത്രങ്ങൾ പ്രകാശിക്കും. ഉറപ്പായിട്ട് വിശ്വസിക്കണം. ഈ നദി, ജീവിതമാകുന്ന നദി ഇങ്ങനെ നിൽക്കക്കള്ളിയില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളതിനകത്ത് മുങ്ങിപ്പോകുമെന്ന് വിചാരിക്കും. പക്ഷേ ഈ നദിയിൽ ചില ദ്വീപുകൾ, നിങ്ങളെ രക്ഷിക്കുവാനായി ചില ദ്വീപുകൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലതരത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മിക്കായുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം പ്രകാരം പറയുകയാണ്, ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്താണ് ആ വാക്യം? ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇരുട്ടാണ്, ഒരു പ്രതീക്ഷയുമില്ല. ദൈവവിശ്വാസമില്ലാത്തവൻ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുവാൻ നോക്കും, ജീവിതം അവസാനിപ്പിക്കുവാൻ നോക്കും. എന്നാൽ കർത്താവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തി കർത്താവിനെ കാണും. ആ ഇരുട്ടിലും പ്രകാശമായി നക്ഷത്രത്തെ പോലെ അവൻ്റെ ജീവിതത്തിന് പ്രകാശം നൽകുന്ന, വഴി കാണിക്കുന്ന, മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഒരു ദൈവവിശ്വാസിക്ക്, പ്രത്യാശയുള്ള ഒരു മനുഷ്യന് നിശ്ചയമായും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇടുക്കി ജില്ലയിൽ പണ്ട് നടന്ന ഒരു സംഭവമാണ്. കർക്കിടക മാസമാണ്, മഴ ഇങ്ങനെ കോരിച്ചൊരിയുകയാണ്. ഒരു അമ്മയും കുട്ടികളും മാത്രമേ ഉള്ളൂ. അപ്പൻ മരിച്ചുപോയി. ഇവർക്ക് യാതൊരു പ്രത്യേകിച്ച് വരുമാനം, മഴക്കാലത്ത് പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യാൻ ഇല്ല, നിങ്ങൾക്കറിയാം. ഈ കുട്ടികളിങ്ങനെ പട്ടിണിയാണ്. അപ്പോൾ ഇവർ അടുത്തുള്ള വീട്ടിൽ പോയി സാധനങ്ങൾ, ഭക്ഷണ സാധനം, അരിയും സാധനങ്ങളൊക്കെ കടം വാങ്ങിയാണ് അവരോരോ ദിവസവും ഒരു നേരത്തെയെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവസാനം കുട്ടികൾ അമ്മയോട് പറഞ്ഞു, ഇനി ഞങ്ങൾ അയൽപക്കത്ത് പോയി ചോദിക്കുകയില്ല, ഞങ്ങൾക്ക് ആത്മാഭിമാനമുണ്ട്, ഞങ്ങൾ ഒരിക്കലും ചോദിക്കുകയില്ല. അമ്മ പറഞ്ഞു, മക്കളെ നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് ഈശോയുടെ മുന്നിൽ പോയി പ്രാർത്ഥിക്കാം, ഈശോ നമുക്ക് തരും, ഈശോയോട് പ്രാർത്ഥിക്കാമെന്ന് ആ അമ്മ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവർ രാത്രിയിൽ ഈ അമ്മയും മക്കളും ശക്തമായി കണ്ണുനീരോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. അവരുടെ ആഗ്രഹം അവർക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള എന്തെങ്കിലും ഒരു മാർഗം കാണിച്ച്
കൊടുക്കണം കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടിയാണ് പ്രാർത്ഥന. അതിശക്തമായ മഴ പെയ്യുന്ന അതിൻ്റെ കൂടെ തന്നെ ശക്തമായ ഇടിവെട്ടുണ്ടായി ആ രാത്രിയിൽ. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല, അവർ കിടന്നു. നേരം വെളുത്ത് നോക്കുമ്പോൾ അവരുടെ പറമ്പിൽ മുഴുവനും നല്ല ഒന്നാന്തരം കൂണുകൾ പറമ്പ് മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ് അവരുടെ പറമ്പിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ ഈ കൂണുകൾ പറിച്ച് അയൽപക്കത്ത് കൊടുത്ത് അവരിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ വാങ്ങുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യൻ്റെ കൂടെ വസിക്കുന്ന ദൈവമാണ്. നമ്മുടെ കൂടെ വസിക്കുന്നവനാണ്. നമ്മുടെ വേദനയിൽ, നമ്മുടെ കണ്ണുനീരിൽ, നമ്മുടെ ഇല്ലായ്മയിൽ ദൈവം കൂടെ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അനുഭവം ലഭിച്ച ആ കുഞ്ഞുങ്ങളിൽ ഒരാൾ കർത്താവിന് വേണ്ടി വൈദികനായി തീർന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം എഴുതിയത് ഞാൻ വായിച്ചതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരു അനുഭവം, ഇത് ഞാൻ നേരിട്ട് അദ്ദേഹത്തെ കണ്ടതാണ്. തോമാച്ചൻ എന്ന ഒരു അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ വീട് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി ഭാഗത്താണ്. തിരുവിതാംകൂറിൽ നിന്ന് അവർ ഇരിട്ടി ഭാഗത്തേക്ക് കുടിയേറി. അവരുടെ ചാച്ചൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അപ്പോൾ അമ്മയും 4-5 കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. മഴക്കാലമാണ്, കർക്കിടക മാസമാണ്. ഇതുപോലെ തന്നെ മക്കൾ പട്ടിണി കിടക്കുകയാണ്. ഈ അമ്മയ്ക്ക് ഇവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കുവാനുള്ള വഴിയൊന്നുമില്ല. രാവിലെ കുഞ്ഞുങ്ങളൊന്നും കഴിച്ചില്ല, ഉച്ചയ്ക്കും കഴിച്ചില്ല, രാത്രിയും ഒരു സാധ്യതയുമില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ അമ്മയോട് വന്ന് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്ക് രാത്രിയിലെങ്കിലും അല്പം ചോറ് വേണം. അപ്പോൾ ഈ അമ്മ, പ്രിയപ്പെട്ടവരെ, പണ്ട് കാലത്തെ നമ്മുടെ അമ്മച്ചിമാർക്ക് ഒരു പ്രത്യേക നിധി കൈവശമുണ്ടായിരുന്നു. എന്താ നിധി? കർത്താവിലുള്ള, ഈശോയിലുള്ള, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം. ഇന്ന് ആ നിധി കൈവിട്ടു പോയത് കൊണ്ടാണ് നമ്മളിങ്ങനെ നിരാശരായി അലഞ്ഞു തിരിയുന്നത്. അപ്പോൾ ആ അമ്മ പറഞ്ഞു, മക്കളെ ഈശോ തരും. എന്ത് പറഞ്ഞു? ഈശോ ഈ രാത്രിയിൽ നമുക്ക് ചോറ് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് ആ അമ്മ ഒരു കാര്യം പറഞ്ഞു, മക്കള് വരാന്തയിൽ തിണ്ണയിൽ പോയി ഈശോയുടെ തിരുഹൃദയ രൂപം അവിടെയുണ്ട്. ആ രൂപത്തിന് മുമ്പിൽ നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, ഈശോയെ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ അത്താഴം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അമ്മ എന്ത് ചെയ്തു? ഈ അമ്മ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്തു. ചോദിക്കുന്ന കാര്യം, ആഗ്രഹിക്കുന്ന കാര്യം കർത്താവ് നൽകിക്കഴിഞ്ഞു എന്ന ബോധ്യത്തിൽ കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് അവർ കലം കഴുകി ആ കലത്തിൽ വെള്ളം നിറച്ച് അടുപ്പയിൽ വെച്ചു. അരിയൊന്നുമില്ല, അവിടെ ഒരു മണി അരി പോലുമില്ല. പക്ഷേ കർത്താവ് തരും, ചോദിച്ചാൽ തരും, ഉറപ്പാണ്. അവർ വെള്ളം വെച്ച് തീ കത്തിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഇടയ്ക്കുമ്പോൾ ചോദിച്ചു, അമ്മേ അരി കിട്ടിയോ? ഇല്ല. അപ്പോഴും പറഞ്ഞ് ഈശോ തരും. പ്രിയപ്പെട്ടവരെ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കോരിച്ചൊരിയുന്ന ഒരു മഴയുടെ ദിവസമാണ്. ആ രാത്രിയിൽ ഒരു മനുഷ്യൻ ഒരു സഞ്ചിയുമായി അവരുടെ വീട്ടിലേക്ക് വരികയാണ്. ആ സഞ്ചിയിൽ അരിയുണ്ട്, കപ്പയുണ്ട്, അവർക്ക് അത്യാവശ്യം വീട്ടിനാവശ്യമായ സാധനങ്ങളൊക്കെ ആ സഞ്ചിയിലുണ്ട്. ആ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് ഈ വീട്ടിലേക്ക് ഇപ്പോൾ തന്നെ വരുവാൻ വേണ്ടി ദൈവം എന്നെ നിർബന്ധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു നാളെ പോയാൽ മതി, നല്ല മഴയല്ല, ഈ മഴയത്ത് നനഞ്ഞെന്തിനാണ് പോകുന്നത്, നാളെ പോയാൽ പോരെ. പക്ഷേ എൻ്റെ മനസ്സിൽ ആരോ നിർബന്ധിക്കുന്നത് പോലെ ഞാൻ അതുകൊണ്ട് ഈ മഴയത്ത് വന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ആരാണ് ആ മകനിലൂടെ അവർക്ക് ആ രാത്രിയിൽ അത്താഴം നൽകിയത്? കാക്കയിലൂടെ ഏലിയായ്ക്ക് അപ്പം നൽകിയ ദൈവം, മരുഭൂമിയിൽ മന്ന പൊഴിച്ച ദൈവം,
ബൈബിളിൽ ഉറങ്ങുന്ന ഒരു ദൈവമല്ല, ചരിത്രത്തിൽ ജീവിക്കുന്ന ഒരു ദൈവമല്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അതെത്രയും ക്ലേശകരമായ, യാതൊരു പ്രതീക്ഷയ്ക്കും സാധ്യതയില്ലാത്ത, തികച്ചും കൂരിരുട്ട് നിറഞ്ഞ രാത്രിയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും നിങ്ങൾക്ക് അനുഗ്രഹമായി, സാന്ത്വനമായി, സമാധാനമായി, ശക്തിയായി, സാന്നിധ്യമായി കടന്നു വരുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്രത്യാശയിൽ ജീവിക്കണമെന്ന് ദൈവം പറയുന്നത്. ദൈവത്തിൻ്റെ പ്രതിനിധിയായ പരിശുദ്ധ പിതാവ് നമ്മളോട് ആവശ്യപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കട്ടെ. ഞാൻ എൻ്റെ മകളെ BDS ചേർത്തു. ബാംഗ്ലൂരാണ്. കോളേജിൽ BDS ചേർത്തപ്പോൾ കോളേജിലുള്ള ഓഫീസിലുള്ള സ്റ്റാഫ് തന്നെ പറഞ്ഞു, ഇവിടുത്തെ ഹോസ്റ്റൽ അത്ര നല്ലതല്ല, അതുകൊണ്ട് പുറത്ത് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഹോസ്റ്റലുണ്ട്, നല്ല ഹോസ്റ്റലാണ്, നിർമ്മല ഹോസ്റ്റൽ. അവിടെ അഡ്മിഷൻ കിട്ടിയാൽ നല്ലതാണ്, പെൺകുട്ടികൾക്ക് അവിടെ താമസിക്കാൻ സേഫാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ നിർമ്മല ഹോസ്റ്റലിലേക്ക് ചെന്നു. അപ്പോൾ അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഒരു സീറ്റുമില്ല, എല്ലാം ഫില്ലായി, പ്രതീക്ഷയില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്തു, അടുത്ത ഒരു കോൺവെൻറ്റ്, എനിക്കാരെയും പരിചയമില്ല, അടുത്തൊരു കോൺവെൻറ്റിൽ അവിടെ പോയി ബെല്ലടിച്ചു. സിസ്റ്റർ വന്നു. സിസ്റ്ററിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ സിസ്റ്ററും പറഞ്ഞു, ഇവിടെയും സീറ്റില്ല, എനിക്ക് അവിടെ ആ ഭാഗത്ത് പരിചയമുള്ള ഒരു കോൺവെൻറ്റുമില്ല, അവിടെ ഒരു സാധ്യതയുമില്ല. എനിക്കാണെങ്കിൽ വൈകുന്നേരം ട്രെയിനിന് തിരിച്ച് കേരളത്തിലേക്ക് പോരണം, മകളെയും കൂട്ടി പോരണം. ഈ ഹോസ്റ്റൽ റെഡിയാക്കിയിട്ട് വേണമല്ലോ അഡ്മിഷൻ്റെ സമയത്ത് വീണ്ടും പോകുവാൻ. അപ്പോൾ ഒരു പ്രതീക്ഷയുമില്ല, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ആ റോഡിൻ്റെ സൈഡിലൊരു മരത്തിൻ്റെ കീഴിൽ ഇരുന്നു. പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല, മനസ്സങ്ങനെ ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്, പക്ഷേ ശാന്തമായിട്ട് അവിടെ ഇരിക്കുകയാണ്. സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ 46:10 അല്ലേ, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല, ശാന്തമായിരുന്നാൽ മതി. നിൻ്റെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം നിനക്ക് കേൾക്കാൻ സാധിക്കും. ഞാൻ അവിടെ വെറുതെ ഇരുന്നു, കാര്യമായിട്ട് പ്രാർത്ഥിച്ചൊന്നുമില്ല, ശാന്തമായിട്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണുകയാണ്, ഞാൻ നേരത്തെ ചോദിച്ച ആ കോൺവെൻറ്റിലെ സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി എന്നെ വിളിക്കുകയാണ്. സിസ്റ്ററിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൈകാട്ടി വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്ന് ഒരു തോന്നലുണ്ടായി. പ്രൈസ് ദി ലോർഡ്. പലതരത്തിൽ പറയാം ഹല്ലേലൂയ. ആരാണ് തോന്നൽ നൽകിയത്? എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്ന ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. എനിക്ക് സിസ്റ്ററിനെ പരിചയമുള്ള സിസ്റ്ററല്ല, സിസ്റ്റർ എന്നെ എനിക്കും നേരിട്ട് പരിചയമില്ല. സിസ്റ്റർ എന്നെ ഒരു കാര്യം ചെയ്തു, അപ്പുറത്തുള്ള റോഡിനപ്പുറത്തുള്ള ഒരു കോൺവെൻറ്റിലേക്ക്, അവർക്ക് ഹോസ്റ്റലുണ്ട്, കൂട്ടിക്കൊണ്ടുപോയി. അവിടുത്തെ വാർഡൻ സിസ്റ്ററിനോട് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇവിടെയും സീറ്റ് ഫില്ലാണ്, ഒരു വേക്കൻസി പോലുമില്ല, ഒരു സീറ്റ് പോലും, ഒരു ബെഡ് പോലും ഇല്ല. എങ്കിലും ഈ സിസ്റ്റർ പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്തു, ഈ അവിടുത്തെ വാർഡൻ സിസ്റ്റർ എൻ്റെ മകൾക്ക് വേണ്ടി അവിടുത്തെ അവരുടെ റിസപ്ഷനിലുള്ള ആ റൂം, ഗസ്റ്റ് റൂം ഞങ്ങൾക്ക് തന്നിട്ട് പറയുകയാണ്, തൽക്കാലം ഇവിടെ താമസിക്കുക, ആരെങ്കിലും ഇവിടുന്ന് പോവുകയാണെങ്കിൽ അങ്ങോട്ട് മാറ്റാം. പ്രൈസ് ദി ലോർഡ്. അത്ഭുതകരമായ രീതിയിൽ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഒരു ഇടപെടൽ ആ ദിവസം ഉണ്ടായതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷത്തോടെ തിരിച്ചു വരുവാനായിട്ട് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം നമ്മുടെ മനസ്സിലുണ്ടാകുവാൻ, ചിന്തകളിലുണ്ടാകുവാൻ സന്തോഷത്തോടെ കരങ്ങളടിച്ച്, ദൈവം കൂടെയുണ്ട്, കൂടെയുള്ളൊരു ദൈവം, അങ്ങകലെയല്ല, സ്വർഗത്തിൽ എവിടെയോ ജീവിക്കുന്ന ഒരു ദൈവമല്ല. നേരെ മറിച്ച് നിങ്ങളുടെ പ്രശ്നം എന്താണോ,
നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾ നേരിടുന്ന നിങ്ങളുടെ പ്രയാസം എന്താണോ അതൊക്കെ അറിയുന്ന, അതൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്ന, നിങ്ങളുടെ കൂടെ വസിക്കുന്ന, നിങ്ങളുടെ കൂടെ ഉറങ്ങുന്ന, നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ കണ്ടുകൊണ്ട് കരങ്ങളടിച്ച് ആഹ്ലാദത്തോടെ, ആനന്ദത്തോടെ, സ്നേഹത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹൃദയമുയർത്തി കർത്താവിനെ കണ്ടുകൊണ്ട് ആരാധിക്കാം. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം, സർവശക്തനെന്നും നമ്മോടൊപ്പം. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം, സർവശക്തനെന്നും നമ്മോടൊപ്പം. യേശുവേ യേശുവേ യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. യേശുവേ യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. ദൈവം വാഗ്ദാനം നൽകുമ്പോൾ കൺമുൻപിൽ ശൂന്യതയായിരുന്നു. അബ്രാമിന് ദൈവം വാഗ്ദാനം നൽകുമ്പോൾ കൺമുൻപിൽ ശൂന്യതയായിരുന്നു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. യേശുവേ യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. യേശുവേ യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം, സർവശക്തനെന്നും നമ്മോടൊപ്പം. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം, സർവശക്തനെന്നും നമ്മോടൊപ്പം. യേശുവേ യേശുവേ യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. യേശുവേ യേശുവേ യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. യേശുവേ യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. യേശുവേ യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. യേശുവേ യേശുവേ യേശുവേ, ശാന്തമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമ്മൾ വളരെ അധികം തളർന്നു പോകുന്നത്, നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകുന്നത്, അപ്രതീക്ഷിതമായ ഒരടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, എല്ലാം നന്നായി പോകുന്നു. പക്ഷേ പെട്ടെന്ന് ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്ന പോലെ അപ്രതീക്ഷിതമായ ഒരു ദുരന്തമുണ്ടാകും. അത് ഏത് മനുഷ്യനെയും തളർത്തിക്കളയും, അവൻ്റെ മനസ്സിനെ തകർത്ത് കളയും. സാധാരണ മനുഷ്യൻ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകാം, ജീവിതം അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കും. പക്ഷേ അവിടെയും ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ഒരു വഴി കാണിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തോമസ് കാർലൈൽ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച്
ഏറ്റവും ആധികാരികമായ ഒരു പുസ്തകമെഴുതിയ ഗ്രന്ഥകാരനാണ് തോമസ് കാർലൈൽ. അദ്ദേഹം അനേക വർഷങ്ങൾ അധ്വാനിച്ച് വളരെ പഠിച്ച് ഇതിനാവശ്യമായ നോട്ടുകൾ തയ്യാറാക്കി. ഈ നോട്ടുകളെല്ലാം വായിച്ച് അവസാനം ഒരു ഫെയർ കോപ്പി എടുത്തു. പ്രസിൽ കൊടുക്കുന്നതിന് മുമ്പ് ഒരു ഫെയർ കോപ്പി എടുത്തു. അദ്ദേഹത്തിന് ഒരു വലിയൊരാഗ്രഹമുണ്ടായിരുന്നു, എൻ്റെ പുസ്തകം ഏറ്റവും മികച്ചതായിരിക്കണം, അതിൽ കുറവുകളുണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ കയ്യെഴുത്ത് പ്രതി അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ പ്രശസ്ത ചിന്തകനായ JS മില്ലിനെ ഏൽപ്പിച്ചു. ഈ കയ്യെഴുത്ത് പ്രതി വായിച്ച് ഇതിലെ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി എനിക്ക് തരണം എന്ന് പറഞ്ഞു. മില്ല് വളരെ തിരക്കുള്ള ഒരു എഴുത്തുകാരനാണ്, ചിന്തകനാണ്. അദ്ദേഹം ഈ കയ്യെഴുത്ത് പ്രതി അദ്ദേഹത്തിൻ്റെ ഷെൽഫിൽ വെച്ചു. അദ്ദേഹം വിചാരിച്ചു സമയം കിട്ടുമ്പോൾ വളരെ സ്വസ്ഥമായി ആഴമായി ചിന്തിച്ച് ഇത് വായിച്ച് തിരുത്താം എന്നാണ് വിചാരിച്ചത്. അതിനുശേഷം അദ്ദേഹം പിറ്റേ ദിവസം ഓഫീസിൽ പോയി. എന്നാൽ രാവിലെ മുറി അടിച്ചു വാരുവാൻ വന്ന ആ തൂപ്പുകാരി നോക്കുമ്പോൾ ഇന്നലെ കാണാത്ത ഒരു കെട്ട് കടലാസ് ഇവിടെ ഇരിക്കുന്നു. അവൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു, ഇത് വേസ്റ്റ് കടലാസാണ്, സാറിന് ഓർമ്മയില്ലാത്തത് കൊണ്ട് ചവറ്റുകുട്ടയിലിടുന്നതിന് പകരം ഈ ഷെൽഫിൽ വെച്ചതാണ് എന്ന് അവൾ ചിന്തിച്ചു. അവൾ ആ പ്രൂഫ്, ആ ഫെയർ കോപ്പി എടുത്ത് ചവറ്റുകുട്ടയിലിട്ടു. അടിച്ചുവാരൽ കഴിഞ്ഞ് സ്ത്രീകൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, എന്താണ്? എല്ലാം എടുത്തങ്ങ് കത്തിക്കുക. ഈ കത്തിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കാർലൈലിൻ്റെ ഫെയർ കോപ്പിയും അവൾ കത്തിച്ചു, വളരെ കൂളായിട്ട് കത്തിച്ചു. മില്ല് തിരിച്ചു വന്നു. പിറ്റേ ദിവസം രാവിലെ അയാൾ നോക്കുമ്പോൾ ഷെൽഫിൽ ഈ സാധനം കാണുന്നില്ല, കാർലൈൽ കൊടുത്ത ഫെയർ കോപ്പി കാണുന്നില്ല. അപ്പോൾ നമ്മുടെ വേലക്കാരിയെ വിളിച്ച് ചോദിച്ചു, ഞാനിവിടെ ഒരു കടലാസ് കെട്ടി വെച്ചിരുന്നല്ലോ, അത് എവിടെ പോയി? അപ്പോൾ അവൾ വളരെ കൂളായിട്ട് പറഞ്ഞു, അത് സാർ അത് വേസ്റ്റാണെന്ന് ഞാൻ വിചാരിച്ചു, അതുകൊണ്ട് ഞാനെടുത്ത് അത് കത്തിച്ച് കളഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ നെഞ്ച് തകർന്നു. എന്തു പറയും കാർലൈലിനോട്? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാർലൈലിൻ്റെ അടുത്ത് പോയി ക്ഷമാപൂർവം പറഞ്ഞു, അത് ഈ രീതിയിൽ നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾക്കറിയാം കാർലൈലുണ്ടാകുന്ന ആ പ്രതികരണം, അദ്ദേഹത്തിൻ്റെ ആ റിയാക്ഷൻ എന്തായിരിക്കും? അദ്ദേഹം തകർന്നു പോയി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അധ്വാനത്തിൻ്റെ ആ സകലതും ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം ആകപ്പാടെ വിഷാദത്തിനടിമയായി. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല, എൻ്റെ ജീവിതം നശിച്ചു, എനിക്കിനിയൊരു ഭാവിയില്ല എന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. അദ്ദേഹം റൂമിൽ കയറി വാതിലടച്ച് ആരോടും മിണ്ടാതെ അനേക ദിവസങ്ങളെങ്ങനെ ഡിപ്രഷനിൽ, വിഷാദത്തിലിരിക്കുകയാണ്. കൂരിരുട്ടാണ്. മിക്കയുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിന് 8-ാം വാക്യം നിങ്ങൾ മറക്കരുത്. ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായി. അങ്ങനെ ഇരുട്ടിലായിരുന്ന ഈ കാർലൈൽ തുറന്നിട്ട ജനലിലൂടെ നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. സാധാരണ കാണുന്ന കാഴ്ചയാണ്, പക്ഷേ ആ കാഴ്ചയ്ക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്ന് ഒരു പ്രത്യേകമായ വ്യാഖ്യാനം നൽകി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ചേർന്ന ഒരു വ്യാഖ്യാനം നൽകി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ രീതിയിൽ ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം കണ്ട കാഴ്ച, കുറച്ച് തൊഴിലാളികൾ ഒരു കെട്ടിടം പണിയുകയാണ്, ഭിത്തി കെട്ടുകയാണ്. അവരെന്ത് ചെയ്യുന്നു? ഈ മേസ്തിരി ഓരോ ഇഷ്ടികയും എടുത്ത് സിമെൻ്റ് ഇട്ട് ഇഷ്ടിക വയ്ക്കുന്നു, അതിൻ്റെ മുകളിൽ ഒരു ഇഷ്ടിക വയ്ക്കുന്നു. അങ്ങനെ ഓരോ ഇഷ്ടിക ഓരോന്നോരോന്നായിട്ടാണ് എടുത്തു വയ്ക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ മനോഹരമായ ഒരു ഭിത്തി രൂപം കൊള്ളുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. തോമസ് കാർലൈലിന്
കിട്ടിയ സന്ദേശം ഇതാണ്, പരിശുദ്ധാത്മാവിൻ്റെ വ്യാഖ്യാനം ഇതാണ്: നീ പതുക്കെ പതുക്കെ കുറേശ്ശെ നീ ശ്രമിച്ചാൽ നഷ്ടപ്പെട്ട ആ പുസ്തകം, ആ ഫെയർ കോപ്പി നിന്റെ മനസ്സിൽ നിന്ന് നിനക്ക് തിരിച്ച് പിടിക്കുവാനായിട്ട് സാധിക്കും. നിന്റെ മനസ്സിൻ്റെ അറയിൽ നിന്ന് കുറേശ്ശെയായി ആശയങ്ങൾ വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അദ്ദേഹം വിചാരിച്ചാൽ ശരിയാണല്ലോ. അങ്ങനെ അദ്ദേഹം ആലോചിക്കുവാൻ തുടങ്ങി, അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങി. അങ്ങനെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കൊണ്ടിരുന്നപ്പോൾ ഓരോ ആശയങ്ങൾ ആദ്യം മുതൽ ക്രമമായി അങ്ങനെ തുടർച്ചയായി അവസാനം വരെ അദ്ദേഹത്തിന് വെളിപ്പെട്ട് കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹം അത് വീണ്ടും കോപ്പിയെടുത്ത് അത് പ്രസിൽ കൊടുത്ത് പ്രസിദ്ധീകരിച്ചു. ഇന്ന് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് ഏറ്റവും പ്രശസ്തമായ പുസ്തകമാണ് തോമസ് കാർലൈൻ്റേത്. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഒരു കരം നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല എന്ന് തോമസ് കാർലൈൽ തൻ്റെ ജീവിതത്തിലൂടെ, ജീവിത അനുഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അകലെയിരിക്കുന്ന ഒരു ശക്തിയല്ല. ദൈവം നമ്മുടെ പിതാവാണ്. ഈശോ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ അതാണ്. സ്വർഗത്തിലുള്ള ദൈവം നിങ്ങളുടെ പിതാവാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ അവിടുന്ന് അറിയുന്നു. അതുകൊണ്ട് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ആനന്ദത്തോടെ, പ്രത്യാശയോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നു. ദൈവം എൻ്റെ പിതാവാണെങ്കിൽ ഞാൻ ആരാണ്? ഞാൻ ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ കുഞ്ഞ്, ദൈവത്തിൻ്റെ മകൾ. മകനാണെങ്കിൽ എൻ്റെ കാര്യം നോക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തം? അപ്പൻ്റെ ഉത്തരവാദിത്തം. എനിക്ക് അതുകൊണ്ട് ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ അപ്പൻ എൻ്റെ കാര്യങ്ങൾ എല്ലാം ഭംഗിയായി നടത്തിത്തരുമെന്ന ആ വലിയ വിശ്വാസത്തിൽ നിന്നാണ് പ്രത്യാശ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എൻ്റെ ഓർഡർ ഇങ്ങനെ പറയുന്നത്: ഫെയ്ത്ത്, ഹോപ്പ്, ചാരിറ്റി. എന്താണ്? വിശ്വാസം. വിശ്വാസത്തിൽ നിന്നാണ് പ്രത്യാശ ഉണ്ടാകുന്നത്. പ്രത്യാശ സ്നേഹത്തിലേക്ക് നയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കേണ്ടത്: ദൈവമേ, അവിടുന്ന് എൻ്റെ പിതാവാണ്, അപ്പനാണ് എന്നുള്ള ബോധ്യം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത രീതിയിൽ എൻ്റെ മനസ്സിൽ അവിടുന്ന് എഴുതി വെക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സങ്കടത്തിലായിരിക്കുമ്പോൾ, കണ്ണീർ കയത്തിൽ മുങ്ങിത്താഴുമ്പോൾ എനിക്ക് ഈ ഓർമ്മ തരണമേ: എൻ്റെ അപ്പൻ എന്നോട് കൂടെയുണ്ട്, എൻ്റെ പിതാവ് എന്നോട് കൂടെയുണ്ട് എന്ന ഓർമ്മ എനിക്ക് നൽകുവാൻ അവിടുന്ന് തിരുമനസ്സാകണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് അങ്ങനെ ഒരു അനുഭവം, ഞാൻ കൂരിരുട്ടിൽ പെട്ടുപോയ അനുഭവം ഉണ്ടായത് നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. അത് ഏകദേശം അരനൂറ്റാണ്ട് മുമ്പാണ്, 40 വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ ഹൈദരാബാദിൽ അന്ന് പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ പോയ ഒരു കാലഘട്ടമാണ്. പരീക്ഷ എഴുതി തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. ഹൈദരാബാദിൽ നിന്ന് വാഹന സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോയി, ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു ബസ് കയറി. എൻ്റെ ഒരു ആഗ്രഹം, എങ്ങനെയെങ്കിലും ഇന്ന് സന്ധ്യയാകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും രാത്രിയിൽ വീട്ടിലെത്തി കിടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ബസ്, കോഴിക്കോട് ബസ്സാണ്, അത് താമരശ്ശേരിയിൽ വന്നപ്പോൾ ഞാൻ താമരശ്ശേരിയിൽ ഇറങ്ങി. അവിടുന്ന് കൊയിലാണ്ടി ബസ് കയറി ഉള്ളേരിയിൽ ഇറങ്ങി. ഉള്ളേരി ജംഗ്ഷനാണെന്ന് കയറി അവിടെ ഇറങ്ങി. അവിടെ അന്നത്തെ കാലത്ത് ഒരു ഹോട്ടലും 1-2 ചെറിയ കടകൾ മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ, എൻ്റെ കയ്യിൽ വലിയൊരു ബാഗുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അവിടുന്ന് പേരാമ്പ്രയ്ക്ക് ബസ്സുകൾ പോകുന്നുണ്ട്, അപ്പോൾ ഈ ബാഗും കൊണ്ട് പേരാമ്പ്രയിലേക്ക് കയറണം, പിന്നെ അവിടെ ഇറങ്ങണം, അവിടെ നിന്ന് വേറൊരു ബസ് പെരുവണ്ണാമൂഴി, അന്ന് എൻ്റെ വീട് പെരുവണ്ണാമൂഴിയിൽ, കയറണം. അങ്ങനെ കയറി ഇറങ്ങേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല.
നേരെ പെരുവണ്ണാമൂഴിക്ക് ഒരു ബസ് വരുന്നുണ്ട്, KSRTC ബസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ മറ്റു ബസ്സുകളൊക്കെ വന്നിട്ടും ഞാനതിൽ കയറിയില്ല. ഈ ബസ് വരുമെന്ന് വിചാരിച്ചങ്ങനെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് വന്നില്ല, മറ്റു ബസ്സുകളൊന്നുമില്ല. ആകെപ്പാടെ ഞാൻ പെട്ടു. ഇവിടെയാണെങ്കിൽ ഒരു ചെറിയ ലോഡ്ജ് പോലുമില്ല. സന്ധ്യയായി, രാത്രിയാകാൻ പോവുകയാണ്, അർദ്ധരാത്രിയാകാൻ പോവുകയാണ്. എനിക്കാകെ ഭയമായി. എനിക്കാരെയും പരിചയമില്ല അവിടെ. എങ്ങനെ ഈ രാത്രിയിൽ ഇവിടെ കഴിയും? അപ്പോൾ ഒരു ചിന്ത വന്നു, മാനുഷിക ചിന്തയാണ്, നമ്മളങ്ങനെ ചെയ്യും. ഞാൻ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടലിൽ കയറി എൻ്റെ ബാഗും ഒക്കെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പുറത്ത് കിടക്കാനായിട്ട് ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഹോട്ടലിൽ ഈ രാത്രിയിലൊന്ന് കിടക്കാനായിട്ട് നിങ്ങൾ അവസരം തരുമോ, സൗകര്യം തരുമോ, സമ്മതിക്കുമോ? അവർ പറഞ്ഞു, പരിചയമില്ലാത്ത ഒരാളെ ഹോട്ടലിൽ കിടത്തുവാനായിട്ട് ഞങ്ങൾക്ക് അനുവാദമില്ല. അപ്പോൾ എന്തു ചെയ്യും? ഞാൻ എൻ്റെ ബാഗും എൻ്റെ വാച്ചും അവരെ ഏൽപ്പിച്ചു. എന്നിട്ട് പുറത്ത് കിടന്നു. എങ്ങനെ രാത്രി അവിടെ കഴിക്കും? ഞാൻ അടുത്തുള്ള കടയിൽ നിന്നൊരു പേപ്പർ വാങ്ങി. ഏതായാലും തീരുമാനിച്ചു ഇവിടെ കിടക്കാം. ആ കിടത്തുണ്ടെങ്കിൽ ഈ പേപ്പർ വിരിച്ചു. നിങ്ങൾക്കറിയാം, അവിടെ ആ സ്പേസിൽ തുറന്ന സ്ഥലത്ത് കിടക്കുക എന്നുള്ളത് വളരെ അപകടകരമായ കാര്യമാണ്. കുറച്ച് കഴിയുമ്പോൾ ആരും ഉണ്ടാകുകയില്ല. ഇന്നത്തെ കാലത്ത് വളരെ അപകടകരമാണ്. പക്ഷേ ഞാൻ ആ രാത്രിയിൽ സ്വർഗത്തിൻ്റെ ഒരു സ്പർശനം എനിക്കുണ്ടായി. ഞാനൊരു കുഞ്ഞു പ്രാർത്ഥിച്ചു കിടക്കുന്നതിന് മുമ്പ്, ചായുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന. 40 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നും അതേപോലെ എൻ്റെ മനസ്സിലുണ്ട്. ആ പ്രാർത്ഥന ഇതാണ്: പിതാവേ, ഞാൻ അങ്ങയുടെ കുഞ്ഞാണ്. പിതാവേ, ഞാൻ അങ്ങയുടെ കുഞ്ഞാണ്. എന്നെ ശ്രദ്ധിച്ചാലും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഞാൻ അവിടെ കിടന്നു. പ്രിയപ്പെട്ടവരെ, വളരെ ശാന്തമായൊരു ഉറക്കമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ ഒരു ഡീപ്പ് സ്ലീപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. അത്രയും മനോഹരമായ ഒരു ഉറക്കം. ഇടയ്ക്ക് ഇത് കടത്തിണ്ണയാണല്ലോ എന്ന് വിചാരിച്ച് ഞെട്ടി എഴുന്നേറ്റില്ല. അങ്ങനെ ഏൽക്കേണ്ടതാണ്, ഒന്നും എഴുന്നേറ്റില്ല. രാവിലെ ബസ് ഓടുന്ന ശബ്ദം അതിരാവിലെ കേട്ടാണ് ഞാൻ ഉണർന്നത്. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടും. ഉറക്കമില്ലാത്തവർ ഈ വചനം എഴുതി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. സങ്കീർത്തനം 3:5. ഉറങ്ങുവാൻ ബുദ്ധിമുട്ടുള്ളവർ ഇത് മരുന്നായി സേവിക്കുക. സങ്കീർത്തനം 3:5. സങ്കീർത്തനങ്ങൾ 3-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു. എങ്ങനെ കിടന്നുറങ്ങുന്നു? അസ്വസ്ഥനായി, ഉറക്കം വരാതെ, തിരിഞ്ഞും മറിഞ്ഞുമല്ല കിടക്കുന്നത്. എങ്ങനെ കിടക്കുന്നു? ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. ശാന്തമായി ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എവിടെയാണ് ഞാൻ കിടക്കുന്നത്? ഞാൻ ബെഡിലല്ല കിടക്കുന്നത്. ഞാൻ കിടക്കുന്നത് എൻ്റെ അപ്പൻ്റെ കയ്യിലാണ്, കർത്താവിൻ്റെ കരങ്ങളിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ കർത്തി പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ അപ്പനോട് കണ്ണുനീരോടെ നിലവിളിച്ച് വേദനയോടെ നിങ്ങളൊരു കാര്യം ചോദിച്ചാൽ അപ്പൻ അത് നിഷേധിക്കുകയില്ല. അത് തരാതിരിക്കുവാൻ അപ്പന് സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു പ്രാർത്ഥന, അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്. ഏറ്റവും ശക്തമായ പ്രാർത്ഥന, അതിന് നിശ്ചയമായും മറുപടി കിട്ടും. ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നെടുവീർപ്പോടെയുള്ള ഒരു പ്രാർത്ഥന, നിലവിളിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒത്തിരി നീണ്ട പ്രാർത്ഥനയും നടത്തണ്ട. നിലവിളിച്ചുകൊണ്ട് പിതാവിനെ വിളിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 13:35. ആ വ്യക്തിയുടെ പേര് സൂസന്ന എന്നാണ്. സൂസന്ന.
സൂസന്ന വളരെ സുന്ദരിയായിട്ടുള്ള ഒരു കുടുംബിനിയാണ്. അതേപോലെ തന്നെ വളരെ വിശുദ്ധയായി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവളൊരു കെണിയിൽ അകപ്പെടുകയാണ്. ഇവളിൽ താല്പര്യം വെച്ച ശ്രേഷ്ഠന്മാർ ഇവൾക്കെതിരെ കള്ള കഥകൾ ചമച്ചുണ്ടാക്കി ഇവള് വ്യഭിചാരം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഇവൾക്കറിയാം. പക്ഷേ ഇവൾക്കെതിരെ കുറ്റം ആരോപിക്കുന്നത് സമൂഹത്തിലെ ഉന്നതന്മാരാണ്, ശ്രേഷ്ഠന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ വിശ്വസിക്കുന്നത് ഈ ശ്രേഷ്ഠന്മാരെയാണ്. ഈ പാവപ്പെട്ട സ്ത്രീയെ ഇവളെ ആരും ശ്രദ്ധിക്കുകയില്ല. അങ്ങനെ കൊലക്കളത്തിലേക്ക് കൊല്ലുവാൻ കൊണ്ടുപോകപ്പെടുമ്പോൾ അവൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു. 13:35 അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടി ഉയർത്തി അവൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൾ എന്ത് ചെയ്തു? അവൾ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ അപ്പാ, എന്നെ സഹായിക്കുവാനായി ആരുമില്ല. സ്വർഗത്തിലേക്ക് നോക്കി ഒറ്റൊരു നിലവിളി. അവൾ ഉറച്ചു വിശ്വസിച്ചു, എൻ്റെ ദൈവം ഈ സമയത്ത് എനിക്ക് വേണ്ടി ഇപ്പോൾ ഇടപെടും. ഉറച്ച ബോധ്യത്തോടെ അവൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. പിതാവിനത് കേൾക്കാതിരിക്കുമോ? അത് ശ്രദ്ധിക്കാതിരിക്കാൻ പിതാവിന് പറ്റുമോ? ബൈബിൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ തുടർന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാനിയേൽ എന്ന ഒരു ബാലൻ്റെ ആത്മാവിനെ ഉണർത്തി. ദാനിയേൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഈ ശ്രേഷ്ഠന്മാരുടെ കാപഠ്യം, അവരുടെ ചതി വെളിപ്പെടുത്തുകയും സൂസന്നയെ അവരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന്, ചതിക്കുഴിയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിലവിളിച്ചു പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. കണ്ണുനീരോടെ ഒറ്റൊരു നെടുവീർപ്പ് മതി ദൈവസന്നിധിയിൽ. ദൈവം അത് നിശ്ചയമായും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു ദുഃഖകരമായ, വളരെ സങ്കടകരമായ ഒരു സംഭവമുണ്ടായി. അത് വളരെ കുടുംബത്തെ ആകമാനം വേദന കൊണ്ട് നിറച്ച വളരെ വേദനാജനകമായ ഒരു സംഭവമായിരുന്നു. ഞാൻ വളരെ ചെറുപ്പമാണ്, അതുകൊണ്ട് എനിക്കതിൻ്റെ ഒരു ഗ്രാവിറ്റി, അതിൻ്റെ ഒരു തീക്ഷ്ണത, ഗൗരവം എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ ഇച്ചായനും അമ്മയും അതിൻ്റെ ആ വേദനയിലൂടെ കടന്നു പോകുന്നത് ഞാൻ കണ്ടിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ അന്ന് സന്ധ്യാപ്രാർത്ഥന മാത്രമല്ല, വീട്ടിൽ രാവിലെയും പ്രാർത്ഥനയുണ്ട്, മോർണിംഗ് പ്രെയർ. ഈ രാവിലെ പ്രാർത്ഥനയ്ക്ക് ഇച്ചായൻ ഈ പ്രാർത്ഥനയുടെ ഇടയിൽ ഇങ്ങനെ കരയുന്നത് എല്ലാ ദിവസവും ഞാൻ കാണുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ കാര്യം വളരെ വളരെ വേദനയുള്ളതാണ് എന്നെനിക്ക് മനസ്സിലായി. അമ്മ അങ്ങനെ കരഞ്ഞില്ലല്ലോ, അമ്മയുടെ ഉള്ളിൽ വലിയ വേദനയും വിഷമമുണ്ട് എന്ന് എനിക്കറിയാം. ഒരു ദിവസം ഞാൻ അമ്മയോടൊപ്പം വെള്ളം കോരാനായിട്ട്, ഒരു കുന്നിൻ്റെ മുകളിലാണ് എൻ്റെ വീട്, വെള്ളം കോരുവാനായിട്ട് താഴേക്ക് ഓലിയിൽ വെള്ളം കോരാൻ വേണ്ടി പോവുകയാണ്. ഓലി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ഉറവ. അന്ന് കിണറില്ല, മോട്ടോറില്ല, പൈപ്പൊന്നുമില്ല, വെള്ളം കോരിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അമ്മയുടെ കൂടെ ഞാനും പോവുകയാണ്. അമ്മ ഈ ഓലിയുടെ അടുത്ത്, ഈ ഓലിയുടെ മുകളിൽ ഇങ്ങനെ നിന്നു. വെള്ളം കോരുന്നതിനും അമ്മയുടെ മനസ്സിലിപ്പോൾ ഈ ചിന്തയാണല്ലോ, ഇങ്ങനെ നിന്നു. എന്നിട്ട് അക്കരെ ഒരു കുന്നാണ്. ഈ കുന്നിലേക്ക് അമ്മ കണ്ണു ഉയർത്തി. ഞാനിപ്പോഴും അത് എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്, അനേക വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അമ്മ കണ്ണിങ്ങനെ ഉയർത്തിയിട്ട്, എൻ്റെ മാതാവേ എന്നൊറ്റ വിളി. ഞാൻ അമ്മയുടെ മുഖത്തേക്ക് ഒറ്റ വിളി, വലിയ പ്രാർത്ഥനയെന്ന്, ഒറ്റ ഒരു വിളി. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ പ്രശ്നത്തിന്
സമ്പൂർണമായ സന്തോഷകരമായ ഒരു പരിഹാരം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മുടെ വേദനയിൽ, നമ്മുടെ സങ്കടത്തിൽ, നമ്മുടെ സംഘർഷത്തിൽ, നമ്മുടെ ഇല്ലായ്മയിൽ, നമ്മുടെ ഏകാന്തതയിൽ പിതാവായ ദൈവം കൂടെയുള്ളപ്പോൾ നിരാശപ്പെടുവാൻ എന്താണ് കാരണം? എന്തിനാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്? എന്തിനാണ് നമ്മൾ ഉത്കണ്ഠപ്പെടുന്നത്? പ്രത്യാശയിൽ ഈ വർഷം മുഴുവനും, ഈ വർഷം മാത്രമല്ല ജീവിതകാലം മുഴുവനും ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒത്തിരി ഹൃദയം തുറന്ന് ചിരിച്ച ഒരു ബൈബിൾ പാസേജ് ഉണ്ട്. എനിക്കത് ഓർത്തോർത്ത് ചിരി വരിക. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 51-52 വാക്യം. നിങ്ങൾക്ക് പരിചിതമായ ഒരു വിഷയമാണ്, ഒരു സാഹചര്യമാണ്. ആളിനെ നിങ്ങൾക്കറിയാം, ബർത്തിമായൂസ് എന്ന അന്ധയാചകൻ. ഈശോ കടന്നു പോകുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവനിങ്ങനെ നിലവിളിച്ചു, യേശുവേ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. അവനിങ്ങനെ ഉറക്കെ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈശോ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈശോ നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈശോയ്ക്ക് നിൽക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ ഈശോയെ നിർത്തുന്ന രീതിയിൽ നിലവിളിക്കണം. അതാണ് ഈശോ നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ നിലവിളിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനോട് അവനെ വിളിക്കുക, അടുത്തേക്ക് അവനെ കൊണ്ടുവരിക എന്ന് ഈശോ പറഞ്ഞു. അവൻ തുള്ളിച്ചാടി ഈശോയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഈശോ അവനോട് സിമ്പിളായൊരു ചോദ്യം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? സിമ്പിൾ ചോദ്യം. അവൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മറുപടി കൊടുത്തു, ഗുരു എനിക്ക് കാഴ്ച ലഭിക്കണം. ഗുരു എനിക്ക് കാഴ്ച ലഭിക്കണം. പൂർണ്ണ വിശ്വാസത്തോടെ, ബോധ്യത്തോടെ അവൻ പറയുകയാണ്, ഗുരു എനിക്ക് കാഴ്ച ലഭിക്കണം. ഈശോ പറഞ്ഞെന്താ? നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം, സിമ്പിളായിട്ടുള്ള മറുപടി. സാധാരണഗതിയിൽ ഈശോ പലതരത്തിലുള്ള ട്രയലുകളും ടെസ്റ്റുകളൊക്കെ സൗഖ്യം നൽകുന്നതിന് മുമ്പ് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ചോദിക്കും, ഇത് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ഇവനോട് ചോദിച്ചില്ല. ചിലപ്പോൾ ചിലരുടെ കാര്യത്തിൽ ഈശോ തുപ്പി ചെളിയുണ്ടാക്കി കണ്ണിൽ പൂശിയിട്ടാണ് സുഖപ്പെടുത്തിയിട്ടുള്ളത്. ചിലപ്പോൾ ഈശോ ഈ ചെവി കേൾക്കാത്ത മനുഷ്യനെ സുഖപ്പെടുത്തിയത് സ്വർഗത്തിലേക്ക് നോക്കി എഫാത്ത എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇവിടെ കർത്താവ് ഒരു കാര്യവും പറയുന്നില്ല, ഒരു കാര്യവും ചെയ്യുന്നില്ല. നിന്റെ ആഗ്രഹം എന്താണ്? അവൻ പറഞ്ഞപ്പോൾ അത് സംഭവിക്കട്ടെ. ബൈബിൾ പറയുകയാണ്, തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. ഇതേപോലെയുള്ളൊരു പ്രാർത്ഥനയിലേക്ക്, ഇതേപോലെയുള്ളൊരു വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിച്ചാൽ നിശ്ചയമായും ഈ വർഷം മുഴുവനും ആനന്ദത്തോടെ കർത്താവിൻ്റെ കൂടെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. തുടർന്ന് ജീവിക്കുന്നവനായ കർത്താവ് ദിവ്യ കാരുണ്യമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് മനസ്സുകൊണ്ടൊരുങ്ങാം. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളുണ്ടാകാം. വലിയ സാമ്പത്തികമായ കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. മാറാ രോഗത്തിന് അടിമകളായിട്ടുള്ളവർ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. ഒരു വഴിയും കാണാതെ കൂരിരുട്ടിൽ ജീവിക്കുമ്പോഴും കർത്താവിൻ്റെ വചനം പറയുകയാണ്, നീ ഇരുട്ടിലായിരുന്നാലും ഞാൻ നിൻ്റെ വെളിച്ചമായിരിക്കും. കർത്താവ് നിൻ്റെ വെളിച്ചമായിരിക്കും. നമുക്ക് ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. കർത്താവിൻ്റെ മുഖം പ്രകാശമാനമായ മുഖമാണ്. ഏതിരുട്ടിനെയും പ്രകാശിപ്പിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അവൻ ലോകത്തിലേക്ക് വന്നു, എന്നാൽ ലോകം അവനെ സ്വീകരിച്ചില്ല. അവൻ ഇരുട്ടിൽ വന്നു, എന്നാൽ ഇരുളിന് ആ പ്രകാശത്തെ കീഴടക്കാൻ സാധിച്ചില്ല. ഇരുളിനെ കീഴടക്കുന്ന
ഇരുളിനൊരിക്കലും തോൽപ്പിക്കാൻ സാധിക്കാത്ത അതിശക്തമായ പ്രകാശത്തിൻ്റെ ഉറവിടമായ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ അതൊക്കെ ഈ നിമിഷം കൊടുത്തുകൊണ്ട് ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളെയും ഉയർത്തുക. ഇരുകരങ്ങളെയും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തുക. കർത്താവേ, ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് നിശ്ചയമായിട്ടും ഇടപെടണമേ, എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം, ജീവിക്കുന്നവനായ കർത്താവ് നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. നിനക്ക് എന്താണ് ആവശ്യമെന്ന് ഈശോ ചോദിക്കുകയാണ്. നിന്റെ ആഗ്രഹം എന്താണോ അത് ഈശോയോട് ഇപ്പോൾ വ്യക്തമായി ലളിതമായി പറയുക. ദൈവം നിന്റെ ആഗ്രഹം സാധിച്ചു തരും. ഇരുകരങ്ങളും ഉയർത്തി, മനസ്സുയർത്തി കർത്താവിനെ കണ്ടുകൊണ്ട് വലിയ ആനന്ദത്തോടെ, വലിയ ബോധ്യത്തോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള ബോധ്യത്തോടെ അവിടുത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. മനസ്സിൽ കണ്ടുകൊണ്ട് ആരാധിക്കാം. ഈശോ 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 ശാന്തമായി ഇരിക്കാം. ആരാധനയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. കർത്താവായ ഈശോ എഴുന്നള്ളി വരുന്ന സമയമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന സമയമാണ്. മുട്ടുമേൽ നിന്ന് ഈശോയെ പാടി നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. എന്നുള്ളം തിരയുന്നൊരീ സ്നേഹം നീ മാത്രമേ, എന്നിനവിലും കനവിലുമാ നിറയുന്നൊരെൻ ദൈവമേ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിൻ നാദമാക്കിടൂ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിൻ നാദമാക്കിടൂ. എന്നുള്ളം തിരയുന്നൊരീ സ്നേഹം നീ മാത്രമേ, എന്നിനവിലും കനവിലുമായി
ഒരുമിച്ച് ആരാധനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ അണയുന്നു ഞാൻ തിരുമുൻപിലായി അലിവോടെ എന്നെ നോക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ കണ്ടുകൊണ്ട് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. യേശുവേ, 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 യേശുവേ. ഇരുൾ മൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാറാ കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ നീ. ഇരുൾ മൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥാ കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ നീ. ഇടനെഞ്ചിൽ മുറിവോടെ അണയുന്നു നീ എന്നെ നീ മാറോടു ചേർത്തിടുവാ. ആ നെഞ്ചിന്റെ ചൂടേറ്റുറങ്ങട്ടെ ഞാൻ അതുമാത്രമാണ് എന്റെ ആനന്ദമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ അണയുന്നു ഞാൻ തിരുമുൻപിലായി അലിവോടെ എന്നെ നോക്കണമേ. ആരാധനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ അണയുന്നു ഞാൻ തിരുമുൻപിലായി അലിവോടെ എന്നെ നോക്കണമേ. ആരാധനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ അണയുന്നു ഞാൻ തിരുമുൻപിലായി അലിവോടെ എന്നെ നോക്കണമേ. ആരാധനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ അണയുന്നു ഞാൻ തിരുമുൻപിലായി അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ അണയുന്നു ഞാൻ തിരുമുൻപിലായി അലിവോടെ എന്നെ നോക്കണമേ. Hallelujah, 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 hallelujah. യേശുവേ, 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 എന്റെ ഈശോ, എന്റെ ഈശോ, എന്റെ ഈശോ, എന്റെ ഈശോ, എന്റെ ഈശോ. Hallelujah.
കണ്ണുകൾ തുറന്ന് നമുക്ക് ഈശോയെ നോക്കാം. അവിടുന്ന് പറഞ്ഞില്ലേ, നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നീ എനിക്ക് പ്രിയങ്കരനും അമൂല്യനുമാണ്. നീ എനിക്ക് ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യനുമാണ്. നിന്റെ പേര് നിന്റെ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിലുണ്ട്. നിന്റെ രൂപം അവിടുത്തെ കൺമുൻപിലുണ്ട്. നിന്റെ ആവശ്യങ്ങൾ, നിന്റെ പ്രാർത്ഥനകൾ അവിടുത്തെ കാതുകളിലുണ്ട്. നിനക്ക് വേണ്ട സൗഖ്യം, അനുഗ്രഹം അവിടുത്തെ കരങ്ങളിലുണ്ട്. മിക്ക 7:8 എൻ്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് ആഹ്ലാദിക്കേണ്ട, ഞാൻ ഇരുട്ടിലാണെന്നാലും കർത്താവിൻ്റെ വെളിച്ചമാണ്. എൻ്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിക്കേണ്ട, ഞാൻ ഇരുട്ടിലാണെന്നാലും കർത്താവിൻ്റെ വെളിച്ചമാണ്. ഞാൻ രോഗത്തിലാണെങ്കിലും കർത്താവിൻ്റെ സൗഖ്യമാണ്. ഞാൻ നിരാശയിലാണെങ്കിലും കർത്താവിൻ്റെ പ്രത്യാശയാണ്. ഞാൻ ദുഃഖത്തിലാണെങ്കിലും കർത്താവിൻ്റെ ആനന്ദമാണ്. പ്രിയമുള്ളവരെ, എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം അവിടുത്തെ കരങ്ങളിലുണ്ട്. നിന്റെ വേദന, നിന്റെ കണ്ണുനീർ, നിന്റെ രോഗങ്ങൾ, തകർച്ചകളെല്ലാം ഈശോയുടെ മുമ്പിലുണ്ട്. കരങ്ങളൊന്ന് അവിടുത്തെ സന്നിധിയിലേക്കൊന്ന് നീട്ടിപ്പിടിക്കാം. ഈശോ പറഞ്ഞു, നീ എനിക്ക് പ്രിയങ്കരനാണ്, പ്രിയപ്പെട്ടവൻ. നീ എനിക്ക് അമൂല്യനാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്. നിന്നെക്കുറിച്ച് ലോകത്തിൽ ആരും ഒരിക്കലും പറഞ്ഞിട്ടില്ല നീ എനിക്ക് ബഹുമാന്യനാണെന്ന്, നീ എനിക്ക് പ്രിയങ്കരനാണെന്ന്, അമൂല്യനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല, ആരും പറയുകയുമില്ല. എന്നാൽ ദൈവം പറയുകയാ, കർത്താവ് പറയുകയാ, രോഗിയായി നിന്നെക്കുറിച്ച്, പാവിയായി നിന്നെക്കുറിച്ച്, നീ എനിക്ക് ബഹുമാന്യനാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ എനിക്ക് അമൂല്യനാണ്. കരങ്ങളൊന്ന് നീട്ടിപ്പിടിക്കാം ഈശോയുടെ സന്നിധിയിലേക്ക്. കരങ്ങളൊന്ന് നീട്ടിപ്പിടിക്കാം അപ്പൻ്റെ സന്നിധിയിലേക്ക്. കരങ്ങളൊന്ന് നീട്ടിപ്പിടിക്കാം സൗഖ്യത്തിൻ്റെ സന്നിധിയിലേക്ക്. കരങ്ങളൊന്ന് നീട്ടിപ്പിടിക്കാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്. വിളിക്കാം ഈശോ. സ്വരമുയർത്തി, ശബ്ദമുയർത്തി വിളിക്കാം. എൻ്റെ ഈശോ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ ഈശോ, എൻ്റെ ഈശോ, എൻ്റെ ഈശോ, എൻ്റെ ഈശോ, എൻ്റെ ഈശോ, സർവശക്തനായ ദൈവത്തെ നോക്കാം, സർവാധിപനായ കർത്താവിനെ നോക്കാം, അത്യുന്നതനായ ഈശോയെ നോക്കാം. പ്രിയമുള്ളവരെ, നാം ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊരിക്കലും ഒരു തവണ പോലും കർത്താവിനെ അവനായിരിക്കുന്ന മഹത്വത്തിൽ ആരാധിക്കാൻ പറ്റില്ല. അവനായിരിക്കുന്ന മഹത്വത്തിൽ അവനെ ആരാധിക്കാൻ നമ്മുടെ ജഡത്തിന് പറ്റില്ല. കാരണം നാം എത്രമാത്രം ആരാധിച്ചാലും,
എത്രമാത്രം സ്തുതിച്ചാലും അതിനേക്കാൾ എത്രയോ ഉന്നതരാണ് കർത്താവായ ഈശോ. അവിടുത്തെ സന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സർവശക്തനായ കർത്താവ്, നീ ലോകത്തിൽ എവിടെയായിരുന്നാലും അവിടുന്ന് നിന്റെ സ്വീകരണ മുറിയിലേക്ക് എഴുന്നള്ളി വരുന്നു, നിന്നെ അനുഗ്രഹിക്കാൻ. നിന്റെ ബെഡ്റൂമിലേക്ക് കർത്താവ് എഴുന്നള്ളി വരുന്നു, നിന്നെ അനുഗ്രഹിക്കാൻ, നിന്റെ പ്രാർത്ഥന കേൾക്കാൻ. നീ ലോകത്തിൽ ഏത് രാജ്യത്താണോ, എത്രമാത്രം ഈ ശാലോമിൽ നിന്ന്, ഈ പെരുവണ്ണാമൂഴിൽ നിന്ന് എത്രമാത്രം വിദൂരത്താണോ, ഈശോയ്ക്ക് അവിടെ കടന്നു വരാൻ പറ്റും. അവിടെ വന്ന് നിന്റെ കണ്ണുനീരൊപ്പാൻ പറ്റും. അവിടെ വന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കാൻ പറ്റും. അവിടെ വന്ന് നിന്നെ സുഖപ്പെടുത്താൻ ഈശോയ്ക്ക് പറ്റും. കാരണം അവിടുന്ന് ആൽഫയും ഒമേഗയുമാണ്. അവൻ ഇന്നലെയും ഇന്നും നാളെയും ഒരുവൻ തന്നെയാണ്. അവൻ സർവാധിപനാണ്. അവിടുന്ന് ലോകം മുഴുവൻ അവിടുത്തെ ശക്തി നിറഞ്ഞു നിൽക്കുന്നു. രണ്ട് കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്താം. എല്ലാം മറന്ന് ദൈവത്തെ വിളിക്കുന്നു, എല്ലാം മറന്ന് കർത്താവിനെ ആരാധിക്കുന്നു, എല്ലാം മറന്ന് ദൈവത്തെ വിളിക്കുന്നു. ശംഖ് മുട്ടുമാറ് വിളിക്കുന്നു, ഹൃദയം തകർന്ന് വിളിക്കുന്നു. ഈശോ, എന്റെ ഈശോ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 എല്ലാം മറന്ന്, സ്വയം മറന്ന് ജീവിക്കുന്ന കർത്താവിനെ എല്ലാം മറന്ന് സ്തുതിക്കുന്നു, എല്ലാം മറന്ന് ആരാധിക്കുന്നു. അതിരങ്ങൾ സ്വയം ഉയരട്ടെ, ഈശോ കേൾക്കട്ടെ, സ്വർഗ്ഗം കേൾക്കട്ടെ, ദൈവം മഹത്വപ്പെടട്ടെ, കർത്താവിന് ശക്തി ഇറങ്ങട്ടെ, കെട്ടുകൾ അഴിയട്ടെ, രോഗപീഠകൾ നീങ്ങിപ്പോകട്ടെ, പൈശാചിക കെട്ടുകൾ അഴിയട്ടെ, തിന്മയുടെ സ്വാധീനം വിട്ടുപോകട്ടെ. നിന്റെ ദൈവം ജീവിക്കുന്നവനായി നിന്റെ ഭവനത്തിൽ ഇപ്പോൾ അത്ഭുതം ചെയ്യട്ടെ. യേശുവേ, 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 ഈശോ, 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 യേശുവേ, 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 യേശുവേ. കരങ്ങളടിച്ച് 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 സന്തോഷത്തോടെ അഭിമാനത്തോടെ വലിയ നന്ദിയോടെ കർത്താവിനെ ആരാധിക്കാം. ആരാധന ആരാധന യാക്കോബിൻ വല്ലഭന് ആരാധന 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 രാജാതിരാജാവിന് ആരാധന 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 യാക്കോബിൻ വല്ലഭന് ആരാധിക്കാം. ആരാധന ആരാധന രാജാതിരാജാവിന് ആരാധന. അവൻ വീടുവെപ്പാൻ സ്വന്തം ആരാധിപ്പാൻ യോഗ്യൻ എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാതിരാജൻ അത്ഭുതത്തിൻ ദൈവം വീരനാം ദൈവം. അവൻ വീടുവെപ്പാൻ സ്വന്തം ആരാധിപ്പാൻ യോഗ്യൻ എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാതിരാജൻ അത്ഭുതത്തിൻ ദൈവം വീരനാം ദൈവം. കരങ്ങളടിച്ച് കരങ്ങളടിച്ച് സന്തോഷത്തോടെ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് കുടുംബത്തിൽ പ്രഥമ സ്ഥാനത്തേക്ക് ഈശോ ക്ഷണിച്ചുകൊണ്ട് എല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കാം. മക്കളെ സമർപ്പിച്ച്, കുടുംബത്തെ സമർപ്പിച്ച്, ആവശ്യങ്ങൾ സമർപ്പിച്ച്, പ്രാർത്ഥനാ ദൈവങ്ങൾ സമർപ്പിച്ച് കർത്താവിനെ ആരാധിക്കാം. സ്വരമുയർത്തി ആരാധിക്കാം. ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഈശോയേ, 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 ഈശോയേ. ചെങ്കടൽ പിളർന്നു എന്നും വഴി നടത്തും ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്ന നൽകിടും സൈന്യത്തിൻ നായകന് ആരാധന. ചെങ്കടൽ പിളർന്നു എന്നും വഴി നടത്തും ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്ന നൽകിടും സൈന്യത്തിൻ
ആരാധിച്ച് അവൻ വീടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരനാം ദൈവം. അവൻ വീടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരനാം ദൈവം. അവൻ വീടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരനാം ദൈവം. അവൻ വീടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരനാം ദൈവം. പന്തക്കുസ്തനാളിൽ ഇറങ്ങി വന്ന ആത്മാവാം ദൈവത്തിനാരാധന. തളരുന്ന നേരത്തും ശക്തി നൽകിടും ദൈവത്തിനാത്മാവിനാരാധന. പന്തക്കുസ്തനാളിൽ ഇറങ്ങി വന്ന ആത്മാവാം ദൈവത്തിനാരാധന. തളരുന്ന നേരത്തും ശക്തി നൽകിടും ദൈവത്തിനാത്മാവിനാരാധന. അഭിഷേകം പകരും, നുകങ്ങൾ തകർത്തിടും, ജയം നൽകും ദൈവത്തിനാരാധന. അഭിഷേകം പകരും, നുകങ്ങൾ തകർത്തിടും, ജയം നൽകും ദൈവത്തിനാരാധന. അവൻ വീടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരനാം ദൈവം. അവൻ വീടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരനാം ദൈവം. അവൻ വീടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരനാം ദൈവം. അവൻ വീടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരനാം ദൈവം. കഴിഞ്ഞ അനേക നാളുകളായി, നീണ്ട വർഷങ്ങളായി ആസ്മാ രോഗം മൂലം വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് പരിപൂർണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നു. ആരാധിക്കാൻ കർത്താവിനെ. ക്യാൻസറിന്റെ അതികഠിനമായ വേദനയിലൂടെ കടന്നു പോകുന്ന 3 മക്കൾക്ക് കർത്താവ് സൗഖ്യം നൽകുന്നതായിട്ട് സന്ദേശം നൽകുന്നു. ആരാധിക്കാൻ കർത്താവിനെ. ഈശോ ആരാധന, ആരാധന. പലതവണ കുടുംബത്തോടെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച ഒരു കുടുംബത്തെ കർത്താവ് കരം പിടിച്ച് ഉയർത്തുന്നതായിട്ട് കാണിച്ചിരുന്നു. വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബം
ആ പ്രാർത്ഥന സ്വീകരിച്ച് മകനെ ഈശോ സുഖപ്പെടുത്തുന്നതായിട്ട് കാണിച്ചിരുന്നു. ഈശോ 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 സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഒരു യേശുവേ. കുടുംബത്തില് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി കർത്താവ് ആ മേഖലയിൽ സൗഖ്യം നൽകുന്നതായിട്ട് കാണിച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, വലത് സ്തുതിക്കുന്നു, കൈക്ക് സ്തുതിക്കുന്നു. തളർച്ച അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥന സ്വീകരിച്ച 7ഓളം വ്യക്തികളുടെ വിവാഹത്തിന്റെ തടസ്സം മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. യേശുവേ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓർമ്മശക്തി കുറവുള്ള ഒരു കുട്ടിക്ക് കർത്താവ് ഓർമ്മശക്തി നൽകി കൃപ നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈശോ 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 കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുമേൽ നിന്ന് നമ്മുടെ തലമുറയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഈശോ ഒരിക്കൽ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വലിയൊരു ജനക്കൂട്ടം അവരുടെ അടുത്തേക്ക് ഓടിപ്പാഞ്ഞു ചെന്നു. ആ കൂട്ടത്തിൽ ഒരു അപ്പൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ, എൻ്റെ മകനോട് കരുണ തോന്നണമേ, അവൻ എൻ്റെ ഏക പുത്രനാണ് കർത്താവേ, അവൻ അകസ്മാര രോഗമാ കർത്താവെ, പിശാച് അവനെ പീഡിപ്പിക്കുന്നു, ഇടയ്ക്ക് അവനെ വെള്ളത്തിലും തീയിലും തള്ളിയിടും, അവനെ വധിക്കാൻ ശ്രമിക്കുന്നു, നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, അവൻ്റെ വായിലൂടെ നുരയും പതയും ഉണ്ടാകുന്നു കർത്താവേ, ആർക്കും അവനെ സുഖപ്പെടുത്താൻ പറ്റുന്നില്ല. നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അവർ പരാജയപ്പെട്ടു. കർത്താവേ, എൻ്റെ ഏക മകനാണ്, ഇതാ പിശാച് അവനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, തകർത്തുകൊണ്ടിരിക്കുന്നു, അവൻ നശിച്ചു പോകാൻ വേണ്ടി അവനെ തീയിലും വെള്ളത്തിലുമൊക്കെ തള്ളിയിടുന്നു. പ്രിയമുള്ളവരെ, നമുക്കിപ്പോൾ പറയാം, കർത്താവേ, എൻ്റെ മക്കളെ പല രീതിയിലും പിശാച് അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കർത്താവേ, രോഗത്തിലൂടെ, തകർച്ചയിലൂടെ, സ്വഭാവ വൈകല്യത്തിലൂടെ, തെറ്റായ കൂട്ടുകെട്ടിലൂടെ, തെറ്റായ പ്രേമബന്ധങ്ങളിലൂടെ, ദൈവമേ, ഞങ്ങളുടെ മക്കളെ പിശാച് പല രീതിയിലും നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവേ. ഞങ്ങൾ പലരുടെ അടുത്ത് സഹായം തേടി കർത്താവേ, എന്നാൽ സാധിക്കുന്നില്ല. അങ്ങ് രക്ഷകനാണല്ലോ, അങ്ങ് രക്ഷകനാണല്ലോ. എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ, എൻ്റെ തലമുറയെ രക്ഷിക്കാൻ, എൻ്റെ മക്കളെ രക്ഷിക്കാൻ രക്ഷകനായ കർത്താവേ, ഇപ്പോൾ കരങ്ങൾ നീട്ടണമേ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കളുടെ മേലുള്ള പൈശാചിക സ്വാധീനങ്ങൾ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. ഈശോ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹമായി തീരട്ടെ, മക്കൾ കുടുംബത്തെ അനുഗ്രഹമായി തീരട്ടെ, മക്കൾ അനുഗ്രഹമായി തീരട്ടെ, മക്കളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, 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 എന്നേക്കും വാഴും പരമോന്നതൻ യേശു സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരനാം ദൈവം. വലതുകരം ഉയർത്തി മക്കളെ അനുഗ്രഹിച്ച് യേശു വിടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ യേശു സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരനാം ദൈവം. യേശു വിടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ യേശു സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരനാം ദൈവം. കർത്താവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള കിടപ്പ് രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുനാമത്തിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. യേശുനാമത്തിൽ ഞങ്ങളുടെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുനാമത്തിൽ സകല തിന്മയുടെ സ്വാധീനങ്ങളും
ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് എന്നേക്കുമായി വിട്ടുപോകട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഭവനം ഐശ്വര്യം പ്രാപിക്കട്ടെ. യേശുനാമത്തിൽ ഞങ്ങളുടെ കുടുംബം അനുഗ്രഹമായി തീരട്ടെ. യേശുനാമത്തിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുനാമത്തിൽ കുടുംബ ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുനാമത്തിൽ 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 കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ശാലോം ശുശ്രൂഷകളെ അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിന് അനുഗ്രഹമായി, തിരുസഭയ്ക്ക് അനുഗ്രഹമായി ശാലോം ശുശ്രൂഷകളെ അവിടുന്ന് വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ലോകത്തിന്റെ അതിരുകളോളം യേശുവേ അങ്ങ് ഏക സത്യദൈവമാണെന്ന്, അങ്ങ് ഏക രക്ഷകനാണെന്ന് ലോകത്തിന്റെ അതിരുകളോളം പ്രഘോഷിക്കാൻ ശാലോം ശുശ്രൂഷകളെ അവിടുന്ന് വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശാലോമിനെ സഹായിക്കുന്ന വ്യക്തികളെ അനുഗ്രഹിക്കണമേ. ശാലോമിനോട് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ശാലോമിനോട് ചേർന്ന് നിൽക്കുന്നവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ശാലോം ശുശ്രൂഷ ഒരു അനുഗ്രഹമായി തീരട്ടെ. സഭയിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. ലോകത്തിന്റെ അനുഗ്രഹമായി തീരട്ടെ. സ്വർഗത്തിന്റെ അഭിമാനമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി. കടമേ നാഥ അനുഗ്രഹമാക്കണമേ, അനുഗ്രഹമാക്കണമേ നാഥ അനുഗ്രഹമാക്കണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു നിമിഷം ലോകത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ അതിനാഥൻ കർത്താവായ യേശുവാണ്. ലോകം മുഴുവൻ കർത്താവായ യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടതാണ്. കാരണം അവിടുന്നാണ് ഏക സത്യദൈവം. അവിടുന്ന് മാത്രമാണ് സൃഷ്ടാവ്. സർവ്വജനങ്ങളും അവനെ ആരാധിക്കണം. ലോകം മുഴുവൻ യേശുവിനെ ആരാധിക്കണം. കർത്താവേ, ലോകത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രാജ്യങ്ങളെയും അനുഗ്രഹിക്കണമേ. കോടിക്കണക്കിന് വരുന്ന ജനതകളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയെ കാണാൻ, അങ്ങയെ അനുഭവിക്കാൻ, അങ്ങയെ സ്വന്തമാക്കാൻ ലോകത്തിന് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ലോകം അങ്ങയെ അറിയട്ടെ. രാജ്യങ്ങൾ അങ്ങയെ അറിയട്ടെ. ദേശങ്ങൾ അങ്ങയെ അറിയട്ടെ. ഭൂഖണ്ഡങ്ങൾ യേശുവിനെ അറിയട്ടെ. യേശു, 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 കർത്താവിന്റെ മുമ്പിൽ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് മുട്ടുമേൽ നിൽക്കാം. തിരുസഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ പിതാക്കന്മാരെയും എല്ലാ കർത്തന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ഇടവകകളെയും ഇടവക വികാരിച്ചന്മാരെയും ഒക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങളെ തിരുസഭയെ ലോകത്തെ മുഴുവൻ അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ.
നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരീ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്ത നല്ല കാര്യസ്ഥൻ. പ്രാർത്ഥന കേൾക്കും ദൈവം സ്വർഗസ്ഥൻ, എന്നും എന്നേക്കും അങ്ങ് പരിശുദ്ധൻ.